Question number 3. Question number 3, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Z is equal to x plus iy and moreover x into y not equal to 0. X ഉം y എന്താ? Z-ന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ്. And this complex number Z satisfies the equation z square plus iz bar equal to 0. Then we have to find the value of mod z square. ശരിയാണല്ലോ? ഓക്കെ. എനിവേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ആണ്. നമുക്കറിയാം മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് മോഡ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ മോഡ് ഇസഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോഡ് ഇസഡിൻ്റെ സ്ക്വയർ ഒക്കെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വി ആർ ഗിവൺ എ കോംപ്ലക്സ് ഇക്വേഷൻ. ഏതാത്? ഇസഡ് സ്ക്വയർ പ്ലസ് ഐ ഇസഡ് ബാർ ഈക്വൽ ടു 0. ആൻഡ് ഫ്രം ദെയർ വി ക്യാൻ റൈറ്റ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇസഡ് ബാർ. ഞാൻ രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുന്നു എന്ന് വിചാരിച്ചു. രണ്ട് സൈഡിലും മോഡുലസ് എടുത്താൽ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഐ ഇസഡ് ബാർ എന്നല്ലേ മക്കളെ വരിക? ഇതിൽ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയറിനെ മോഡ് ഇസഡിൻ്റെ ഹോൾ സ്ക്വയർ എന്നാക്കാമല്ലോ. അതുപോലെ അടുത്തത് മൈനസ് ഐയുടെ മോഡ് ഇൻറ്റു ഇസഡ് ബാറിൻ്റെ മോഡെന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? അതായത് മോഡ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ഐയുടെ മോഡ് എത്രയാ? 1 അല്ലേ? മൈനസ് ഐ എന്ന് പറയുന്നത് 0 മൈനസ് ഐ അല്ലേ? അപ്പോൾ മോഡ് എടുത്താൽ റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് മൈനസ് 1ൻ്റെ സ്ക്വയർ എന്നല്ലേ മക്കളെ വരിക? അല്ലേ? അത് 1 ആണല്ലോ. അപ്പോൾ നമുക്കത് 1 എന്ന് നേരിട്ട് തന്നെ എഴുതിയേക്കാം. ഇൻറ്റു ഇനി മോഡ് ഇസഡ് ബാർ. ഇസഡ് ബാറിൻ്റെ മോഡും ഇസഡിൻ്റെ മോഡും ഒന്ന് തന്നെയാണെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? അത് NCERT ബുക്കിൽ തന്നെയുള്ള കാര്യമാണ്. കോൺജുഗേറ്റ് എടുത്താലും മോഡുലസിന് ചേഞ്ച് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ മോഡ് ഇസഡ് ബാറിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? മോഡ് ഇസഡ് എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് മോഡ് ഇസഡ് സ്ക്വയർ മൈനസ് മോഡ് ഇസഡ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. മോഡ് ഇസഡ് കോമൺ എടുത്താൽ മോഡ് ഇസഡ് ഇൻറ്റു മോഡ് ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അല്ലേ? പ്രോഡക്റ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കില്ലേ? ഒന്നുകിൽ മോഡ് ഇസഡ് 0 ആയിരിക്കും, അല്ലെങ്കിൽ മോഡ് ഇസഡ് മൈനസ് 1 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ മോഡ് ഇസഡിനെ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് വന്നിട്ടുണ്ട്. ഒന്നുകിൽ മോഡ് ഇസഡ് 0 ആകാം, അതല്ലെങ്കിൽ മോഡ് ഇസഡ് എത്രയാകാം? 1 ആകാം. അല്ലേ? ഇതിലേതാ നമുക്ക് എടുക്കേണ്ടത്? എന്തായാലും 0 എന്ന് പറയുന്നത് ഓപ്ഷനിൽ കാണുന്നില്ലാത്തത് കൊണ്ട് 0 അല്ല എന്ന് ഉറപ്പിക്കാം. അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് ഇസഡ് 1 ആണ്. അപ്പോൾ ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് മോഡ് ഇസഡ് 0 ആകാൻ കഴിയാത്തത്? നമ്മളൊന്ന് ചിന്തിച്ചാൽ മോഡ് ഇസഡ് 0 ആകണമെങ്കിൽ ഇസഡ് എന്താ? 0 ആകണ്ടേ? അല്ലേ? ഇസഡ് 0 ആകുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ 0. എക്സ് പ്ലസ് ഐ വൈ 0 വരണമെങ്കിൽ എക്സും 0 ആകണം, വൈയും 0 ആകണം. ശരിയല്ലേ? പക്ഷേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0. എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എക്സോ വൈയോ 0 ആകാൻ പറ്റില്ലല്ലോ. പ്രോഡക്റ്റ് ഏതെങ്കിലും ഒന്ന് 0 ആണെങ്കിൽ പ്രോഡക്റ്റ് വിൽ ബി 0. അപ്പോൾ അതുകൊണ്ട് എക്സോ വൈയോ 0 ആകാൻ കഴിയില്ല. അതുകൊണ്ട് ഉറപ്പാണ് മോഡ് ഇസഡ് എന്താകില്ല? 0 ആകില്ല. അല്ലേ? എക്സും വൈയും രണ്ടും കൂടി 0 ആകാൻ നമുക്ക് പറ്റില്ല. അല്ലേ? കാരണം എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ?